എനിക്ക് കൊള്ളാം. ഒരു നന്മ പരിപാടി നന്മ പരിപാടി തന്നെയാണ് പറയുന്നത്. പക്ഷെ കൊള്ളാം. ഒരു എന്താ പറയുന്ന ഒരു വളരെ മികച്ചൊരിത്. ഡയലോഗ് ഇല്ലാതെ എത്രത്തോളം പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഞാനിങ്ങനെ വിചാരിച്ചു ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഉമ്മാർ ഇത് എങ്ങനെ കൊണ്ട് ലാൻഡ് ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷെ കൊള്ളാം. വളരെ എന്താ പറയുക, നമ്മൾ അതിനകത്ത് എൻഗേജ് ആയി പോകുന്നുണ്ട്. നല്ലൊരു ട്വിസ്റ്റും ക്ലൈമാക്സിൽ കൊണ്ടുവന്ന ആ ഒരു ട്വിസ്റ്റും കൊള്ളാല പരിപാടി എന്നുള്ളൊരു സാധനം. സംഭവം കൊള്ളാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആണ്. നമ്മള് ഒരാളിങ്ങനെ ചിരിപ്പിക്കാന്ന് പറയുന്നത് ആക്ഷൻസിലൂടെ ഇമോഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഏതൊക്കെ ലെയേഴ്സ് മനുഷ്യനിലൂടെ കടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. എത്രത്തോളം അത് ഈ ചില സീനൊക്കെ നമുക്ക് ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും നമ്മളാല് ആ ചിരി അവിടെ വീണ് ഒരു ചെറു പുഞ്ചിരി തിയേറ്റർ ആർത്തലിച്ച് ചിരിക്കുന്നു അങ്ങനല്ല. പക്ഷെ ആ ഒരു ഫണ്ണ് നമുക്ക് വർക്കായി. ഒരു നൊമ്പരം കലർന്ന ഫണ്ണായാലും ആ സംഭവം നമുക്ക് വർക്കാവുന്നുണ്ട്. കൊള്ളാം. പെട്ടെന്ന് ട്വിസ്റ്റ് ചിലപ്പോൾ ചിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും വിഷമം വരും. അങ്ങനെയുള്ള ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അവസ്ഥയാണല്ലോ കാണിക്കുന്നത്. ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട് നമുക്ക്. ഇപ്പൊ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ മാനസികാവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. 2 ലേയേഴ്സ് ഉണ്ട്. ഒരു പാവപ്പെട്ടവന്റെ ലൈഫ്, ഒന്നും അല്ലാത്തവന്റെ ലൈഫ്, അങ്ങനെ അത് നല്ല രീതിയിൽ വരച്ച കാട്ടി. അതെ തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയെന്നുള്ളത്. ഇവിടെ ഡയലോഗ് ഉണ്ടായിട്ട് പോലും ഒന്നും തലേ കയറുന്നില്ല. അപ്പം കൊള്ളാം, സംഭവം കൊള്ളാം. ഒരു തീർച്ചയായിട്ടും കണ്ടിരിക്കണം. തിയേറ്റർ വിജയം ആവുമോന്നൊന്നും അറിയില്ലെങ്കിൽ പോലും കൊള്ളാം, പരിപാടി കൊള്ളാം. നമ്മൾ പറയത്തില്ല ഒരു വളരെ മികച്ചൊരിതെന്ന് പറയാൻ പറ്റുന്ന ഒരു നന്മപ്പടമാണ്. പക്ഷെ അത് എന്താ പറയാ, ചില സാധനങ്ങളൊക്കെ ഒരു ഇത്തരത്തിലുള്ള ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ കൂടുതൽ ആളുകളിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരൊന്നും തൃപ്തിപ്പെടുത്തത്തില്ല. ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. പക്ഷെ ഇത് ഓരോ സീനും കണ്ടിരിക്കണം. ഒരു സീൻ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ തമിഴിനകത്തൊക്കെ എഴുതി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നമ്മളത് ശ്രദ്ധിച്ച് കണ്ടില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ഷൻ വിട്ടു. ഇത്തരത്തിലുള്ള പരീക്ഷണ സിനിമകളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ആണ് അത്. എനിക്കൊന്നും അവരും അത് അത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം. ഇടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സൈലന്റ് സിനിമകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ചില സിനിമകളൊക്കെ ഇപ്പം നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഫുൾ പടം തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കണ്ട ഒരു എക്സ്പീരിയൻസ് അടിപൊളി. ഒരു നമുക്ക് മുഷിച്ചിൽ വന്നില്ല എന്നുള്ളത്. കൊള്ളാം.